ഇനിതാ അത്യാവശ്യം വലിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെ പേരെന്ന് ഞാൻ മറന്നുപോയി. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോട്ടാ. കടൽ മീനും അല്ല പുഴമീനും അല്ല, കണ്ടിട്ട് വളർത്തുന്ന ടൈപ്പ് മീനാണെന്ന് തോന്നുന്നുണ്ട്. അനിയേട്ടന് ഫിലോപ്പി ഈ വക മീനോടെല്ലാം ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് എവിടെ കണ്ടാലും അതാണ് ആദ്യം വാങ്ങിയിട്ട് വരല്. അങ്ങനെ ഇതാ എല്ലാം വെട്ടി തേച്ച് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്റെ മീൻ പണിയെല്ലാം കഴിയുമ്പോഴത്തേനും അമിത അടുത്ത മീനുമായിട്ട് വന്നിട്ടുണ്ട്. കണവും പര. എന്നിട്ട് ഇതിപ്പം കറി വെക്കാന്ന് അമ്മ പറഞ്ഞു. കാര്യം പറയുന്നല്ല, അമ്മക്ക് ഈ ടൈപ്പ് വളർത്ത മീനോട് ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. എടുത്തു നോക്കിയിട്ട് ഇത് നീ എന്നാച്ചാ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം മീൻ മുറിക്കാൻ്റെ പരിപാടി അങ്ങ് തുടങ്ങി. ഇവിടെ അനിയണ്ണും പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായോണ്ട് അതിന് 2-3 പീസ് എടുത്തിട്ട് ഞാൻ വേഗം പൊരിക്കാൻ വേണ്ടിയിട്ട് അരവെല്ലാം തേച്ച് വെച്ചു. പിന്നെ പാരമീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയെല്ലാം മുറിച്ച് അങ്ങ് സെറ്റാക്കി വെച്ചു. പാരമീൻ ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റി മല്ലിമുളകെല്ലാം ചേർത്ത് പുളിയും പിഴിഞ്ഞൊഴിച്ച് തേങ്ങ അരച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ തേങ്ങേന്റെ ഒപ്പം കുറച്ച് മഞ്ഞളും മുഴുവൻ കുരുമുളകില്ലേ അതും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ടായിനി. അമ്മ കറിയെല്ലാം സെറ്റാക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം മീനും അങ്ങ് പൊരിക്കാൻ വേണ്ടിട്ട് വെച്ചു. മീൻകറി അടുപ്പിന്ന് തിളക്കുന്ന മണം കേൾക്കുമ്പേ അധികം ലോകം വിശക്കുന്നതെന്ന് പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിനി. കറിയെല്ലാം റെഡി ആയാടും അമ്മ ആദ്യം അവർക്ക് രണ്ടാക്കൂല ചോറ് വിളമ്പാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. മീൻ കറിയും മീൻ പൊരിച്ചതും ബീട്രൂട്ട് ഉപ്പേരിയെല്ലാം കൂടിയിട്ട് അവർക്ക് രണ്ടാക്കും ആദ്യം ചോറ് കൊടുത്തു. ഇന്ന് രാത്രി നമുക്ക് സ്പെഷ്യൽ ഇതെല്ലാം. നിങ്ങൾക്ക് ഇന്ന് എന്തെല്ലാം സ്പെഷ്യൽ ഒന്ന് കമന്റ് ചെയ്യണേ.